എന്താ പണിയായി 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 പണിയായി. എന്ത് പണി? അളിയ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലേ? ആരുടെ? ചേച്ചിയുടെ. ആ അത് ഞാൻ കണ്ടായിരുന്നല്ലോ. ഞാനല്ലേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തേ. അപ്പൊ നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം തീർന്ന? പ്രശ്നം തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾ അടുക്കണില്ല. അപ്പൊ തീർന്നിട്ടില്ല. സ്റ്റാറ്റസോ? പുതിയ സ്റ്റാറ്റസ് ഇട്ടാ അവള്. ഓ നോക്കങ്ങോട്ട്. നമുക്ക് വയ്യടാ. നോക്കളെ അങ്ങോട്ട്. സിദ്ധു 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 ലച്ചുവ ഏതാ പ്രശ്നയാ? അയ്യോ ആന്റി പെരിയ പ്രശ്നം. പ്രശ്നം പറഞ്ഞാൽ മിക്കവാറും ഈ പോക്കാണെങ്കിൽ നാളെ രാവിലെ ഡിവോഴ്സും കൊണ്ട് തിരിച്ച് കുഴപ്പമുള്ളത്തോട്ട് പോകും. ഡിവോഴ്സാ? பெரிய பிரச்சனை. டேய் இப்படி பேசிட்டு இருக்காம எப்படியாவது சால்வ் பண்ண பாருங்கடா. ഓ എന്റെ പൊന്ന് കനകാന്റി, എന്തോ പ്രശ്നം എന്നൊന്ന് പറ. அது ஸ்டேட்டஸ் നോക്കலையா? എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്നും ഒറ്റയ്ക്കാണ്. അളിയാ എവൾ എന്തോന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ ഇല്ലടാ. എന്റെ അളിയത് അങ്ങനെയല്ല. അളിയൻ കേട്ടിട്ടില്ലേ ആൾക്കൂട്ടത്തിൽ തനിച്ചെന്നൊക്കെ? ഇല്ല. എന്നാ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അയ്യേനാ അമ്മ വിളിക്കുന്നുണ്ടല്ലോ. അമ്മ ഇല്ല, ഒരു പ്രശ്നമില്ല. അത് ലച്ചൂസ് എന്തോ ചുമ്മാ അവളൊരു ഫണ്ടിന് ഒരു സ്റ്റാറ്റസ് ഇട്ടായിരിക്കും. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. ഏയ് അമ്മ രക്ഷടിക്കണ്ട. ഞാൻ വിളിച്ചോളാം അമ്മ, ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. അമ്മ ലച്ചു ചേച്ചിയുടെ സ്റ്റാറ്റസ് കണ്ടുല്ലേ? കണ്ടു. എന്നാ അളിയൻ ഇനി പേടിക്കാതിരിക്കുന്നേ ഉള്ളൂ. ഒത്തിരി വിളികൾ ഇനിയും വരാനുണ്ട്. റെഡി ആയിട്ടിരുന്നോ? சித்து ஏதாவது பிரச்சனை இருந்ததுன்னா என்கிட்ட சொல்ல. சொல்லாம். லெச்சூஸ் எവിടെ? லெச்சு அங்க வெளியில இருக்கா. സൈഡ്. അളിയോ, ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞതേ ഒരു ഞാണമ്മേ കളിയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയാ ബും. പാവം ലച്ചുല. കേശുവേ, പോണ പോക്ക് കണ്ടിട്ടേ പ്രശ്നം പെട്ടെന്ന് സോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? അളിയനല്ലേ പോണത്, തീരൂല. ഓക്കെ. கௌரி அந்த ஸ்டேட்டஸ் படிச்சு கொடுத்தப்போ நான் அப்படியே பயந்துட்டேன். ലച്ചു, എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയാ? ഒരു കൂടുതലുമില്ല. ലച്ചുവിന് അല്ലെങ്കിലും എല്ലാം ഇച്ചിരി കൂടുതലല്ലേ? ഓ സന്തോഷം. ഹായ്. ഹായ് സിദ്ധളിയ. ലച്ചൂസേ. ലച്ചു, ലച്ചു, നീ ആ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലേ എനിക്ക് വരുന്ന കോളുകളുടെ എണ്ണം കുറഞ്ഞേനെ. എല്ലാരും എന്നെ വിളിച്ച് ചോദിക്കുക ലച്ചുവിന് എന്ത് പറ്റി എന്ത് പറ്റിയത്. അമ്മ അടക്കം വിളിച്ചു കേട്ടോ. അത് ഞാൻ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചിട്ടതാ. ലച്ചു, നീ അത് ഡിലീറ്റ് ചെയ്യുമെന്ന്. വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണേ? ലച്ചു ചിറ്റിട്ട സ്റ്റാറ്റസ് മക്കള് കണ്ടില്ലല്ലോ. മക്കള് കാണരുത് കേട്ടാ. ലച്ചു, നീ അത് കളയണുണ്ടോ? എന്റെ ഫോൺ എന്റെ സ്റ്റാറ്റസ് എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ ഇടും. ലച്ചു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നതേ ഈ കണ്ട സ്റ്റാറ്റസ് ഒന്നും അല്ല. സിദ്ധുവേ, ഒരു സ്റ്റാറ്റസ് അല്ലേ, അതങ്ങ് ഇട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അയ്യോ അമ്മായി, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഈ മനസ്സിൽ സ്നേഹം ഇല്ലാത്തവരാണ് ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത്. മനസ്സിൽ സ്നേഹമുള്ളവർക്ക് അതിന്റെ ആവശ്യം. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ചില ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങള്. ഷിഹാബൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ആയിക്ക. ഇല്ല, ലച്ചുസായിട്ട് ഒരു പ്രശ്നമില്ല. സ്റ്റാറ്റസ് കണ്ടല്ലേ, അത് അവളെ ചുമ്മാ ഫണ്ടിന് വേണ്ടി ഇട്ടതാ. ഇല്ല, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ ഓക്കെയാ. ഇക്ക ഒരു കാര്യം ചെയ്യുവോ, നമ്മുടെ മറ്റേ ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇട്ടേക്കണേ. ഞാനും ലച്ചുസായിട്ട് യാതൊരു പ്രശ്നമില്ല, ഇനി അതും ചോദിച്ചോണ്ട് എന്നെ ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടെ. ഓക്കെ ഇക്ക. ലച്ചുസേ, ഷിഹാബിക്ക, ഇങ്ങനത്തെ എത്ര കോളുകളാണ് എനിക്ക് വരുന്ന പോലെ പിടിയുണ്ടോ? ഞാനേ സ്റ്റാറ്റസ് ഇടാം, നീ തൽക്കാലം നീ ഇപ്പൊ ഇട്ട സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യും. അയ്യോ, അങ്ങനെ എനിക്ക് വേണ്ടി അത്ര മഹത്വമായ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അമ്മായി, സ്റ്റാറ്റസ് ഇട്ടില്ല എന്നും പറഞ്ഞ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവും? നമുക്ക് ഈ പ്രശ്നം ഇനിയും വലുതാവോ നോക്കാം. അമ്മായി, വലുതാവാതിരിക്കാൻ എന്തോ വഴി? എടാ, നീ വലുതായാലും നിന്റെ ബുദ്ധി ഇങ്ങനെ തന്നെ ആയിരിക്കും.
ഞാൻ വലുതാക്കാൻ ഞാൻ എന്റെ പുതിയ വളരും. അമ്മ ഇത് ബീഹാറിൽ സംഭവിച്ച പോലെ ആവോ? ബീഹാറിൽ എന്ത് സംഭവിച്ചേ? അമ്മ ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ്. ഒന്നിച്ചു